ഹലോ മൈ ഡിയർ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടി വ്ളോഗ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇന്ന് എല്ലാ ക്ലാസ്സിനും പരീക്ഷ തുടങ്ങി. 5-നും 6-നും 7-നും 8-നും 9-നും 10-നും പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് മലയാളം ഫസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ 3 മാർക്കിൻ്റെ ചോദ്യം വെറും 4 സെൻറ്റൻസാണ് ഉത്തരമായിട്ട് എഴുതിയിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ് 3-4 വാക്യങ്ങളിൽ ഉത്തരം എഴുതുക. ഞാൻ അങ്ങനെ എഴുതി വെച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, 3 മാർക്ക് കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് പരീക്ഷ എഴുതിയത്? നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു എല്ലാ ക്ലാസ്സിനും. സോ നാളെ നമുക്ക് ഇംഗ്ലീഷാണ് ഗൈസ് സബ്ജക്റ്റ്. ഇംഗ്ലീഷാണ് നാളെ നമുക്ക് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇംഗ്ലീഷ് എനിക്കറിയാം കേട്ടോ, അത്യാവശ്യമൊക്കെ അറിയാം. പിന്നെ നാളെ റിവിഷൻ ക്ലാസ് ട്യൂഷനിലുണ്ട് 2 മണിക്കൂർ. അപ്പം അങ്ങനെ അവിടെയും ഇരുന്നൊക്കെ പഠിച്ച് സെറ്റാവും. അതുകൊണ്ട് വലിയ സീനില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഞാൻ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടുമല്ലോ, ആ കൂൾ ഓഫ് ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ വായിക്കാം കേട്ടോ, നല്ലതുപോലെ വായിക്കാം. 15 മിനിറ്റ് ഇല്ലേ, ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പെൻസിലിട്ട് പേന ഇട്ട് എടുക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല, അത് പൊട്ടയ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നല്ല പെൻസിലിട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ അറിയാവുന്ന ഇതെല്ലാം ഒന്ന് ടിക്ക് ചെയ്തിടുക ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻസിൽ ഒന്ന് കുത്തിട്ട് വയ്ക്കാം. കാരണം ഇന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന്, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഓക്കെ, അപ്പം അത് വേണ്ടിയിട്ടാണ്. പിന്നീടുള്ളതെന്ന് പറയുന്നത്, എക്സാം ഷീറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വെള്ളയിലാണ് എഴുതുന്നത്, മാർജിൻ ഇടുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മാർജിൻ ഇടുക. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കൈയക്ഷരത്തിൽ എഴുതുക എന്നുള്ളതാണ്. നല്ല കൈയക്ഷരത്തിൽ എഴുതണം. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ തുടങ്ങുമ്പോഴേ ഇങ്ങനെ നല്ല കൈയക്ഷരത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ടീച്ചർമാർ ഈ കുട്ടി നല്ലോണം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചാൽ മാർക്ക് തരും. ഓക്കെ, നമ്മൾ അത്യാവശ്യം പഠിക്കില്ല എന്നുണ്ടെങ്കിലും നല്ല കൈയക്ഷരമാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പുതിയ പേനയൊന്നും എടുക്കാതെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേന തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി സ്മൂത്താകുന്ന പേനയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല കൈയക്ഷരം കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പേന എടുക്കുക. ഇല്ലാതെ നോർമൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു പേന കണ്ടിട്ട് ഈ പേന എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നല്ല പൊട്ടയായിരിക്കും, കൈയക്ഷരം നല്ല മോശമായിരിക്കും. അപ്പം അനുഭവം ഉള്ളതുകൊണ്ട് പറയാം. അതേസമയം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മൾ മുമ്പേ എഴുതിയിട്ടുള്ള പേനയൊക്കെ വെച്ച് എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം 2-3 പേന പറയുകയാണെങ്കിൽ ഡോംസിൻ്റെ പേനുണ്ട്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ എല്ലാ പേനയും ഇട്ട് എഴുതും കേട്ടോ. പിന്നീട് ലെക്സിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് ബജാജിൻ്റെ വേറെ ഏതൊരു ടൈപ്പ് ഓഫ് പെനുണ്ട്. ബജാജിൻ്റെ മറ്റേ 3 രൂപയുടെ പേനല്ല, 5 രൂപയുടെ ഒരു പിൻ പോയിൻറ്റ് പോലത്തെ ഒരു പേനയുണ്ട്, നല്ല പേനയാണ് അതുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല പേനകളാണ്. ഓക്കെ, 5 രൂപയുടെ പേനയെല്ലാം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പേനകളാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ നന്നായിട്ട് പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. അപ്പോൾ അത്രയുള്ളൂ, ബൈ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ, ബൈ. പിന്നെ ഗിവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ഓടിപ്പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം കേട്ടോ. 28-ാം തീയതി വരെയാണ് ഡേറ്റ്.